കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്ര കഴിഞ്ഞാൽ അടുത്ത പുസ്തകം നെഹമ്യാവാണ്. നെഹമ്യാവിന്റെ അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ രൂപരേഖയാണ് പഠിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം ഒന്ന് വായിക്കണം. പുസ്തകം വായിക്കുകയും അതിനെ കുറിച്ച് ലഭ്യമാകുന്ന മറ്റ് ഇതര കൃതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബൈബിൾ പ്രോജക്റ്റുകാരുടെ ഈ സ്കെച്ച് വളരെ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പഠിച്ചാൽ മാത്രമേ ബൈബിളിന്റെ അടുക്കും ചിട്ടയും മനസ്സിലാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വചനം ആശ്വാസമാണ്. രക്ഷയ്ക്ക് ഭാഗമൊന്നും വരികയില്ല. യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അനുതാപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവിക കൽപ്പനകളാകുന്ന മാനസാന്തരം, സ്നാനം, അഭിഷേകം, അങ്ങനെയുള്ള 7 അടിസ്ഥാന ഉപദേശങ്ങൾ സൗണ്ട് ഡോക്ടർ പാലിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. എന്നാലും കർത്താവിന്റെ യുഗപരമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ യുഗപരമായിട്ടുള്ള പ്രവൃത്തിയുടെ പഠനം നമുക്ക് പഠിക്കണമെങ്കിൽ ഇതെന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. ഇന്ന് ഇക്കാലത്ത് അനേകർക്ക് അത് മനസ്സിലാകുന്നില്ല. ഉപരിവിപ്ലവമായിട്ട് പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പോകുന്നുണ്ട്. അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉപരിവിപ്ലവമായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കുവാനോ വിശ്വസിക്കാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഇത് യഹൂദന്മാർക്ക് കൊടുത്തു, പലസ്തീനിൽ ജനിച്ചു വളർന്ന കർത്താവ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ അവരെ ഹൃദയത്തെ മതിച്ചെന്നിരിക്കും. ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, പലസ്തീനിൽ ജനിച്ച് ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് എങ്ങനെയാണ്? അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പക്ഷെ അദ്ദേഹത്തിന് വചനവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലായി. ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാ കർമ്മങ്ങൾ ചെയ്യുന്നത്? ശാപങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ, ദൈവീയ അനുഗ്രഹത്തിനും മുക്തിക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല. അറിവില്ലായ്മ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടത്. അറിവില്ലായ്മ നമുക്ക് അതൊരവകാശമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പാടില്ല. ദൈവത്തോട് ചോദിച്ച് ഒരു സത്യ അന്വേഷിയായിട്ട് പോകാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്ന നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമാണ് എസ്രയുടെയും നെഹമ്യാവിന്റെയും പുസ്തകം. ഇസ്രായേൽ മക്കൾ നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ പഠിച്ചല്ലോ, 3 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ അല്ലെങ്കിൽ 3 വ്യക്തികളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് സെരുബ്ബാബേൽ, എസ്ര, നെഹമ്യാവ്. അതുപോലെ അവർ പോയപ്പോൾ 3ആയി പോയി മടങ്ങി വരുന്ന ഒരു 3ആയിട്ടുള്ള ഒരു മടങ്ങി വരവ്, ഒരു പ്രവർത്തനത്തെ കുറിച്ചും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വരുന്നു, എസ്രയുടെ നേതൃത്വത്തിൽ വന്ന് ആലയം പണിയുന്നു. 3ാമത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വന്ന് മതിലുകൾ പണിയുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സെരുബ്ബാബേലാണല്ലോ ആദ്യം പോയി ഒരു പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ ആലയത്തെക്കുറിച്ചുള്ള താല്പര്യവും എരിവും, അതുപോലെ തന്നെ യഹൂദന്മാരുടെ കാനൂനുകളെയൊക്കെ പഠിച്ച് ശരിയാക്കി കൊടുത്ത എസ്ര, അദ്ദേഹം ആലയത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ അതിന്റെ മതിലുകൾ. നമ്മൾ അങ്ങനെ ആയിരിക്കും. ഒരാള് നമ്മുടെ മുന്നോടിയായി പോയി അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തിയെ തന്റെ പ്രവൃത്തിയായിട്ട് ചേർത്ത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഒന്നിച്ച കൂട്ടായ പ്രവർത്തനം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുമോ? ഇല്ല. അത് വേണ്ട. അങ്ങനെയാണ് ദൈവവചനത്തിൽ കാണുന്നത്. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മുടെ കാലം കഴിയുമ്പോൾ ആ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ മറ്റൊരാൾ വന്നെങ്കിൽ മാത്രമേ അത് ദൈവീയമാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ മതം, എൻ്റെ അഭിപ്രായം. അതല്ലായിരിക്കാം. അതിനെ ഒരു ഡിബേറ്റ് ആയിട്ട് എടുക്കണ്ട. ഒന്ന് ചിന്തിച്ചേ. എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഒറ്റ മനുഷ്യൻ ഏതെങ്കിലും ഒരു ആശയമോ ഒരു പ്രവൃത്തിയോ ലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അവസാനിച്ചെങ്കിൽ അതിന് പിന്തുടർച്ചയില്ല. എന്നാൽ വചനത്തിൽ പറയുന്ന ആദം മുതൽ അവസാന ക്രിസ്തുവിന്റെ വരവ് വരെയും പിന്നെയും ജനിക്കുന്ന എല്ലാവർക്കും ഒരു പിന്തുടർച്ചയുണ്ട്. അതോട് കണക്ട് ചെയ്ത് കപ്പിൾ ചെയ്ത് ആണിത് പോകുന്നത്. അങ്ങനെ ഒരു വ്യക്തിയും ഊഹാബോധത്തിൽ നിന്നോ സങ്കല്പത്തിൽ നിന്നോ ഉടലെടുത്തിട്ടില്ലേ വചനത്തിൽ. അവരുടെ പേര്, നാൾ വഴി, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായി, അവിടെ ആയുഷ്കാലം, അതിനുശേഷം അവരെന്ത് പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തിയെ കഴിഞ്ഞിട്ട് ആ പ്രവൃത്തി പിന്നെ ഏറ്റെടുത്തവർ ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വചനത്തിന് നമ്മൾ
പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. കൂടുതൽ നമുക്ക് വിശ്വാസവും നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പ് വരികയും ചെയ്യും. നെഹമ്യാവ് എന്ന് പറയുന്ന ആള് നമ്മൾ നോക്കുമ്പോൾ ഒരു കഥ പോലെയാണ് തുടങ്ങുന്നത്. ഹനാനി എന്ന് പറയുന്ന തൻ്റെ ഒരു ബന്ധു, കസിൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, പേർഷ്യൻ രാജധാനിയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് സിരുവാബേൽ പോയിട്ടുണ്ട്, എസ്രായുണ്ട്. എന്നാൽ ഇതൊന്നും അവിടെ പ്രതിപാദിക്കാതെ പറയുന്നു, ഈ പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞവരും പിന്നെ മടങ്ങി വന്നിട്ടും പാർക്കുന്നവരും ഒക്കെ വളരെ കഷ്ടത്തിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയ മനസ്സിന് വലിയ വ്യഥയുണ്ടാകുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചക്രവർത്തിയുടെ വിശ്വസ്തനായി പാനപാത്രവാഹകനായി നിന്ന ഇദ്ദേഹം യെരുശലേമിലേക്ക് വരുവാനായി താല്പര്യപ്പെടുന്നു. അങ്ങനെ എസ്രാ പുരോഹിതനെന്നോ അല്ലെങ്കിൽ ന്യായശാസ്ത്രി എന്നോ ഉള്ള പേരിലല്ല അറിയപ്പെടുന്നത്. നെഹമ്യാവിനെ ഒരു ഗവർണറായിട്ടാണ് വരുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് ഏകദേശം 52 ദിവസങ്ങൾ കൊണ്ട് ചരിത്രം പറയുന്നു ഇതിന്റെ പണികൾ, മതിലിന്റെ പണികൾ തീർക്കുന്നു. അങ്ങനെ യെരുശലേമിന്റെ ആലയം, അതിന്റെ മതിലുകളൊക്കെ പണിത് യെരുശലേമിനെ പുനഃസ്ഥാപിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഇത് എസ്രാ എഴുതിയതാന്ന് പറയുന്നു. നെഹമ്യാവിൽ ചെറുപ്പക്കാരനും എസ്രാ പ്രായമുള്ളവനുമായിരുന്നു എന്ന് പറയുന്നു. എനിവേ, ഇവരുടെ രണ്ടും സമകാലികന്മാരായിരുന്നു എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. അങ്ങനെ പേർഷ്യൻ രാജാവ് കോരേഷിന്റെ വിളംബരത്തെ തുടർന്ന് ചെരുബാബിന്റെ നേതൃത്വത്തിലും പിന്നെ എസ്രയുടെ നേതൃത്വത്തിലും ജനം യെരുശലേമിലേക്ക് മടങ്ങി വന്നു എന്ന് എസ്രയുടെ പുസ്തകം പഠിപ്പിച്ചപ്പോൾ നമ്മളത് ചിന്തിച്ചു. ഇവിടെ നമുക്കറിയാം, തകർക്കപ്പെട്ട പട്ടണത്തിന്റെ മതിലൊക്കെ പണിത് അതിനെ പുനഃസ്ഥാപനം ചെയ്യുന്ന അല്ലെങ്കിൽ പുതുക്കി പണിയുന്ന, റിസ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്തെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് യേശു ക്രിസ്തു നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഫോക്കൽ, മർമ്മപ്രധാനമാകുന്ന വിഷയം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് പ്രിയമുള്ളവർ. ദൈവം നമ്മെ സൃഷ്ടിച്ചത്, എന്നാൽ ആ സൃഷ്ടി ദൈവം നമ്മെ ചെയ്തപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ജനിച്ച കുലമോ കുടുംബമോ സാമ്പത്തികമോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമാകുന്ന പല വൈകല്യങ്ങൾ സംഭവിച്ച് നമുക്ക് ആശിച്ചതുപോലെ ഒരു നന്മയിലേക്കോ ഇല്ലെങ്കിൽ ഒരു നല്ല അന്ത്യത്തിലേക്കോ വരാൻ കഴിയാതെ ആരെങ്കിലും എന്നെ കേട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ സ്നേഹത്തോടു കൂടി പറയട്ടെ, യേശു കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് യഹോവ. ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവന് നമ്മെ ഉദ്ധരിപ്പാൻ കഴിയും, അവൻ നമ്മെ പണിയുവാൻ കഴിയും. അങ്ങനെ നല്ല ഒരു പണിക്കാരനായി, നല്ല ഒരു ശില്പിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കൂ. കർത്താവ് നന്നായി പണിയും. നമുക്കും ദൈവപ്രവൃത്തിയിൽ ഒരു പങ്ക് തരും, നമുക്കും ഭൂമിയിൽ ഒരു നന്മ തരും, നമുക്കും അന്ത്യത്തിൽ ഒരു വിശ്രമം തരും, നമുക്കും നിത്യതയിൽ ഒരു പങ്കാളിത്തവും തരുന്ന യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ കരുതലും മറന്ന് ജീവിക്കല്ലേ. അതിനോട് ഈ പുസ്തകം ഉതകട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറയുന്നു. ഇനിയും ഈ സ്കെച്ച് ഒന്ന് നോക്കിക്കേ, അതിനുശേഷം ബാക്കി നമുക്ക് ചെറുതായിട്ട് ഈ ഭാഗത്തുനിന്ന് ചിന്തിക്കാം. The books of Ezra and Nehemiah. In most modern Bibles, these books are separate, but that division happened long after it was written. It was originally a unified work written by a single author. The story is set after the Babylonians destroyed Jerusalem and its temple and took many of the people into exile. And this book picks up about 50 years later and tells the return of some Israelites to Jerusalem and then what happened when they rebuilt the city and their lives there. Specifically, the book focuses on 3 key leaders who led the rebuilding efforts. You have Zerubbabel, then Ezra, and then Nehemiah. And the book's design focuses on the efforts of each leader. Zerubbabel leads a large group of people back to Jerusalem to rebuild the temple. Then about 60 years later, Ezra arrives in Jerusalem to teach the Torah and rebuild the community. And then he's followed by Nehemiah, who leads the rebuilding of Jerusalem's walls. And these 3 stories are designed to be parallel. Each begins with the king of Persia, prompted by God to send the leader to Jerusalem, and he offers resources and support, and then each leader encounters opposition in their efforts, which they then overcome, but in a way that leads to a strange anticlimax in each of the 3 parts. Let's back up and see how it fits together.
So the story begins with a decree from Cyrus, the king of Persia, and he's moved by God to allow the exiles to return to Jerusalem and rebuild the temple. And the author says this fulfills a promise made by the prophet Jeremiah that the exiles would one day return to Jerusalem. Now, this fulfillment should trigger our hopes in the many other prophetic promises that exile was not the end of the story. We have hope for a future messianic king from the line of David. We have hope for a rebuilt temple where God's presence will dwell with his people. Hope for God's kingdom to come over all the nations and bring his blessing, just like he promised to Abraham. And so it's with all these hopes in mind that we read on into the story of Zerubbabel. His name means planted in Babylon. He represents the generation born in Babylonian captivity, and he leads a wave of Israelites returning to Jerusalem. After they settle there, they rebuild the altar for offering sacrifices, and later the temple itself. The foundation-laying ceremony, and then the temple's final dedication, these are key moments. The past stories of the tabernacle and temple's dedication should be in our minds. This is when the fiery cloud of God's presence is supposed to descend. He's dwelling with his people, and it doesn't happen. And so while some people are happy about this new temple, the elders who had seen the previous temple of Solomon, they cry out in grief. It is nothing like their glorious past or their hopes for the future. And it's right here that we get the first story of opposition, and it's very odd. So the grandchildren of the Israelites who were not taken into exile, they had been living in Jerusalem all along, they come to offer help with the temple rebuilding. And Zerubbabel refuses. He says, "You have no part in our temple." And this, of course, generates a conflict, which Zerubbabel overcomes, but it's very strange, because the prophets had envisioned that the tribes of Israel would all come together, along with all of the nations, to participate in the worship of the God of Israel when the kingdom finally comes. So this is an anticlimactic moment, to say the least. In the next section, we zoom forward about 60 years and we're introduced to Ezra. He's a leader among the exiled Israelites in Babylon. And he's a Torah scholar and a teacher. And so he gets appointed by Artaxerxes, king of Persia, to lead another wave of people back to Jerusalem. And Ezra wants to bring about spiritual and social renewal among the people. Our hopes are high. And again, we come to another anticlimactic moment in the story. Ezra learns that many of the exiled Israelites that had come back, they had married non-exiles who had been living around Jerusalem. Some of them were non-Israelites, and almost certainly some of them were. Ezra then appeals to the commands of the Torah, that Israel was supposed to be holy and separate from the ancient Canaanites. And he then says that the people living around Jerusalem are like the Canaanites. They're going to corrupt the exiles. So Ezra offers a prayer of repentance, and it's very heartfelt. But then he rallies all the leaders and enacts this divorce decree that says all these marriages should be annulled, the women and children sent away. And then the decree is only partially carried out. We're given a list of some of the men who divorced their wives. The story is very strange for a number of reasons. First of all, God never commanded Ezra to do any of this. It was the leaders of Jerusalem who led Ezra to make the decree. Second, the contemporary prophet Malachi, he did say that the exiles should care about purity, but he also said that God was opposed to divorce. And so the mixed results of the decree, this all fits into this pattern of a strange concluding anticlimax. Which leads us to the next section about Nehemiah. He's an Israelite official serving in the Persian government, and when he hears about the ruined state of Jerusalem's walls, he prays and then gets permission from the Persian king Artaxerxes to go and rebuild the walls. The king even gives him an armed escort and all these resources. So after arriving in Jerusalem, he begins the building project, and he too faces opposition from the people who had already been living around Jerusalem. Once again, we face a tension in the story. The contemporary prophet Zechariah said that the new Jerusalem of God's kingdom would be a city without walls, that God's presence would surround it, and people from all nations would come and join the covenant people. But Nehemiah seems to operate with the opposite vision. He informs the people surrounding Jerusalem that they have no part in Jerusalem. And this, of course, provokes them to hostility. And so while Nehemiah carries out his vision for the city with integrity and courage, they have to build the city with armed guards to protect them, we keep wondering, could this whole conflict have been handled differently? And this all leads to the conclusion of the book in two movements, first positive and then negative.
Ezra and Nehemiah combine forces to bring about a spiritual renewal among the people. They gather all the exiles together for a festival. They read and teach the Torah to all the people for 7 days. And then they celebrate the ancient Feast of Tabernacles to remember God's faithfulness from the Exodus and the wilderness journeys. Then they offer a confession of their sins. They vow themselves to renew the covenant, follow all the commands of the Torah. And they finish with a great celebration over the temple, the walls of Jerusalem. And we're thinking, this could be the turning point, but it's not. The book ends on a huge downer. Nehemiah tours around the city, and he finds that the people have not been fulfilling their covenant vows. So Zerubbabel's work is undone as he finds the temple being neglected and staffed by all these unqualified people. He then discovers that Ezra's work is being compromised. He finds everyone violating the Torah, people are working on the Sabbath, and even his own work on the walls is involved because people are setting up markets around the walls of Jerusalem and working on the Sabbath. So Nehemiah, he goes on a rampage. He's beating people up, he's pulling out their hair, and he's yelling, "Obey the commands of the Torah." And his final words are a prayer that God would remember him, that at least he tried, and the book ends. I mean, it's very strange, but we've been prepared for it, right? These anticlimactic moments have been woven into the book's design intentionally. And so it raises the question, what on earth does this book contribute to the storyline of the Bible? Well, remember, the book started by raising our hopes in the prophetic promises about the Messiah, the temple, the kingdom of God, and then none of it happens. So even though Israel is now back in the land, their spiritual state seems unchanged from before the exile. And while Ezra and Nehemiah, they do their best, but their political and social reforms among the people don't address the core issues of their heart. So what the book is pointing out is the same need highlighted by the prophets Jeremiah and Ezekiel. What God's people need is a holistic transformation of their hearts if they're ever going to love and obey their God. And so the book ends on a downer, yes, but it forces you to keep reading on into the wisdom and prophetic books to find out what is God going to do to fulfill his great covenant promises. But for now, that's the book of Ezra and Nehemiah. വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടില്ലേ? ഇത് വീണ്ടും ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഇതങ്ങ് പതിപ്പിച്ചെടുക്കുക. വളരെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. യെരൂശലേം പുനഃസ്ഥാപനം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടെ വരണം. അത് നമ്മുടെ രക്ഷയുടെ ഒരു വഴിയൂടെയായിരുന്നു. ആ വഴി അടഞ്ഞു പോകാതെ വണ്ണം ജൂതന്മാരെ ഇല്ലെങ്കിൽ യെരൂശലേം നിവാസികളെ ബാബിലോണിലേക്ക് വിട്ടു. ബാബിലോണിൽ അവർ 70 വർഷം, അതിനുശേഷം കോരേശ് മടങ്ങി വരുന്നു, അല്ലെങ്കിൽ ഇതിനെ പിടിച്ചടക്കുന്നു. അങ്ങനെ പേർഷ്യൻ രാജാവ് ഇവരെ സ്വാതന്ത്ര്യം വരുത്തുന്നു. അത് യെശയ്യാവ് പ്രവചിച്ചു വെച്ചിരിക്കുന്നു. ആ പ്രവചനം ഈ കോരേശ് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ മടങ്ങി വരുന്നു. ആ മടങ്ങി വരവ് 3 ഘട്ടങ്ങളിലായിട്ട് വരുന്നു. അത് സെരുബാബേൽ, പിന്നെ എസ്ര, നെഹമ്യാവ്. അപ്പൊ സെരുബാബേലിന്റെ മുമ്പ് വലിയൊരു പർവ്വതം പോലെ വിഷയങ്ങളുണ്ടായിരുന്നു. അതെല്ലാവരും പറയും, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ ഭയപ്പെടേണ്ട, നിന്റെ മുമ്പിലുള്ള ഈ മഹാപർവ്വതം സമഭൂമിയായി തീരും. കാര്യം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പർവ്വതങ്ങളെ കീഴടക്കുവാനുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നൽകപ്പെടും എന്നുള്ളതാണ് അതിന്റെ സന്ദേശം. അത് നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, വലിയ പർവ്വതം ആയ വിഷയങ്ങളെ കൃപയുടെ മുമ്പിൽ നമുക്ക് അതിനെ താഴ്ത്തുവാൻ സാധിക്കും. അപ്പൊ കൃപ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന ദാനമാണല്ലോ. അപ്പൊ ഏത് വിഷയം വന്നാലും അർഹതപ്പെടാത്ത പല വിഷയങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ അല്ല, ദൈവീയ കൃപയുടെ മുമ്പിൽ നമുക്കതിനെ കീഴടക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എസ്ര അല്ലെങ്കിൽ സെരുബാബേൽ ഒരു രാജകുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ വംശ പാരമ്പര്യം 42 പേരുടെ പേര് പറയുമ്പോൾ അതിൻ്റെ അത് സെരുബാബേലുണ്ട്. എന്നാൽ എസ്ര എന്ന് പറയുമ്പോൾ എസ്ര പുരോഹിതൻ എന്ന് പറയാം, ന്യായമായിട്ട് ഒരു ശാസ്ത്രി എന്ന് പറയാം. അദ്ദേഹം ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു ലേവ്യ ബ്ലെൻഡ് ഉണ്ട് അദ്ദേഹത്തിന്. ഒരുപക്ഷെ ലേവിനല്ലെന്ന് പറയുന്നു, നമുക്കത് വിഷയം. അപ്പൊ അദ്ദേഹത്തിന് വചനം അറിയാവുന്ന ഒരാളാണ്. ഒരാള് രാജാവ്, ഒരാൾ വചനം അറിയാവുന്ന ഒരാള്. ഈ
നെഹമ്യാവ് എന്ന് പറയുന്നത് ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു പാനപാത്രവാഹകനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ തീഷ്ണത ഒരു ഭരണത്തിലേക്ക് വരുവാണ്. ജനത്തെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുക. യെരുശലേം അത് നമുക്കറിയാം, റൂയിനായി പോയ, നശിച്ചു പോയ, ശത്രു നശിപ്പിച്ചു കളഞ്ഞ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകളെ എടുത്ത് 52 ദിവസം കൊണ്ട് മനോഹരമായിട്ട് പണിതു. മനോഹരമായിട്ട് പറയുമ്പോൾ അതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ചണ്ടിക്കൂമ്പാരത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് പോലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ശത്രു ഇല്ലെങ്കിൽ ജീവിതത്തിലെല്ലാം തകർന്ന് തരിപ്പണമായി പോയാലും അതിനെ പണിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. അവിടെയാണ് വിഷയം. അതിനുശേഷം തന്നെ ഈ മതിലിന്റെ അകത്ത് വന്ന് പാർക്കാൻ ചിലര് ഭയപ്പെട്ടതായി പറയുന്നുണ്ട്. അത് മതില് എല്ലാം പണിതു, പട്ടണം വിശാലമാണ്, പക്ഷെ താമസിക്കാൻ ആളില്ല. കാരണം ജനത്തിന് പേടിയാ. ജനത്തിന് പിന്നെയും പേടിയാ. കാര്യം പിന്നെയും ഒരു ആക്രമണം ഉണ്ടാകുമോ, ഈ മതിൽ വിശ്വസിക്കാവുന്ന നോക്കട്ടെ മനുഷ്യന്റെ ആ ചിന്തകൾ. നമുക്ക് ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്താലും, നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നാലും, നമുക്ക് വേണ്ടി കർത്താവ് തകർന്നു പോയത് പലതും പണിതാലും ആ ഭയം മാറുന്നില്ല. എന്നാൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ പിന്നെ പറയാം, സെഖര്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ സെഖര്യാവ് എന്നൊരു യൗവനക്കാരനാണ്. പുള്ളിയോട് സ്വർഗത്തിലെ ഒരു ദൂതൻ മറ്റൊരു ദൂതനോട് പറഞ്ഞ് തനിക്കൊരു ദൂത് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. നല്ലൊരു വിഷയമാണ്. യെരുശലേമിന് മതിലില്ലാതെ കടന്നിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ വസിക്കും, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും എന്നൊക്കെ ദൈവം പറയുന്നു. അപ്പൊ മനുഷ്യമാകുന്ന മതിലുകൾക്ക് വേണ്ട എന്ന് ദൈവം പറയുന്നില്ല. നമുക്കറിയാം, ഒരു വീട്ടിൽ നമുക്ക് കഥകളുണ്ട്, ജനലുണ്ട്, അത് വെച്ചേ പറ്റൂ. അത് വേണ്ടാന്നൊന്നും അല്ല ഈ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിന്റെ അകത്തിൽ കൂടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ വസ്തു ഇല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികൾ കടന്നു വന്നാൽ അത് കണ്ടുപിടിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റം വരെയുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് ഇന്ന് ലോകത്തിലെ മനുഷ്യർ ജീവിക്കുന്നത്. എന്നാൽ അതിന്റെ അകത്തുകൂടെ ഒരു പനിയുടെ ഒരു വൈറസ് അല്ലെങ്കിൽ അണു കയറി വന്നാൽ അറിയുമോ? മറ്റുള്ള രോഗങ്ങളുടെ അസുഖങ്ങൾ കടന്നു വന്നാൽ അറിയുമോ? ഇനി ശബ്ദമോ നിറമോ മണമോ ഇല്ലാത്ത വാതകം കടന്നു വന്നാൽ അറിയുമോ? എന്നാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറത്തായിട്ടുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി തരുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കാം. എത്രയോ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വിഷവാതുക്കൾ, അതുപോലെ തന്നെ വലിയ വലിയ കാറ്റുകളൊക്കെ അടിച്ചു വരുമ്പോൾ പട്ടണത്തെ നശിപ്പിക്കാതെ അതിനെ മാറ്റി ദൈവം വിട്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സുപ്രീം പവർ അവിടെ ഉണ്ടാകും. എത്ര മതിലുകളും എത്ര ഉറപ്പുണ്ടെങ്കിലും ദൈവം അതിന്റെ നടുവിൽ വസിച്ചാൽ നമുക്ക് അവിടെ സന്തോഷമാണ്. അപ്പോ ഇതുപോലെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ അതിന്റെ മധ്യയുണ്ട്, അതിന്റെ കുലുങ്ങിപ്പോകില്ല. ഷിൽ ഷാൽ നെവർ മൂവ്, ഒരിക്കലും അതിന് മൂവ് ചെയ്യില്ല. ഞാൻ അതിന്റെ മധ്യ വസിക്കുന്നു, അതിന് മാറ്റം ഉണ്ടാകില്ല. നെഹമ്യാവ് നന്നായി ആ കാര്യങ്ങൾ ചെയ്ത് മതിലുകളെ ഉറപ്പിച്ച ശേഷം അതിന്റെ ഗവർണറായിട്ട് നമുക്കറിയാം, പിന്നെ പട്ടണത്തിന്റെ ആ ചീഫായിട്ടൊക്കെ തനിക്ക് വേണ്ടി തന്റെ സന്നദ്ധിയിൽ വന്ന് തന്നെ എൻകറേജ് ചെയ്ത ഹനാനി എന്ന് പറയുന്ന വ്യക്തിയെ 7-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തെ ഈ കോട്ടയുടെ ഇല്ലെങ്കിൽ പട്ടണത്തിന്റെ ഗവർണറാക്കി ഇല്ലെങ്കിൽ മേയറാക്കി ഒക്കെ മാറ്റുന്നുണ്ട്. പിന്നെയും താൻ രണ്ടാമത് വരുന്നുണ്ട്. അങ്ങനെ യെരുശലേം പുനരധിവസിപ്പിക്കുകയും മതിൽ പ്രതിഷ്ഠിക്കുകയും നെഹമ്യാവിന്റെ 2ാം ഭരണത്തെക്കുറിച്ചും വ്യക്തമായി ഈ പുസ്തകം പറയുന്നുണ്ട്. നോക്കിക്കണേ, 14 തലമുറകൾ ശേഷം വന്ന് ആ രാജാക്കന്മാരെല്ലാം പോയ ശേഷം ദൈവം ചില സാധാരണക്കാരെ കൊണ്ട് ഇത് പണിയിച്ചെടുത്തു. അപ്പോഴും ചില ചിന്തകളുണ്ട്. നോർത്തേൺ രാജ്യമായ ഇസ്രയേലിലെ 12 ഗോത്രങ്ങൾ അശൂർ രാജ്യത്തിലേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 3 മില്യൺ എന്നാ പറയുന്നത്. വ്യക്തമായ കണക്കൊന്നുമില്ല, പുസ്തകങ്ങൾ പറയുന്നു. ബാബിലോണിലേക്ക് പോയെങ്കിലും 50,000 പേരൊക്കെ മടങ്ങി വന്നു എന്നൊക്കെ കണക്ക് കാണുന്നത്. ഒരു റെമനന്റ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവേ, ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കൾ എത്രയോ പേര് ആ മിഡിൽ ഈസ്റ്റില് പലയിടത്ത് ചിതറിപ്പോയി. അവരെ കുറിച്ചൊന്നും ഒരു അറിവില്ലാതെ പോയല്ലോ. അവർക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞില്ലല്ലോ. അത് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സക്കറിയായുടെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അബൈഡ് ഇൻ മീ, എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളും വസിക്കാം. അപ്പോൾ നമുക്ക് ബലമായി സങ്കേതമായി തലയുയർത്തുന്നവനായി നമ്മെ പണിയുന്നവനായ യേശുവിലേക്ക് നമുക്കൊന്ന് അടുത്തിയല്ല. കർത്താവേ, നീ എന്നെ പണിയണമേ.
നീ എന്നെ സഹായിക്കണമേ. ഒരു പണി തീരാത്ത വീട് പോലെ, പണി തീരാത്ത പ്രോജക്റ്റ് പോലെ, പണി തീരാത്ത റൂയിനായി പോവും എന്ന് ഭയമുണ്ടെങ്കിൽ അവൻ പണിയുന്ന കർത്താവാണ്. ഇന്ന് പകൽ അല്ലെങ്കിൽ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മുടെ ജീവിതത്തെ പണിയട്ടെ, നമ്മുടെ ഭാവിയെ പണിയട്ടെ, തലമുറകളെ പണിയട്ടെ. റൂയിൻ ഷാൽ ബി റീബിൽഡ്. തകർച്ചകളെ പണിയുന്ന ദൈവം യേശു ക്രിസ്തു. അടുത്ത ആഴ്ച നമുക്ക് കാണുന്നിടം വരെ ദൈവം നിങ്ങളെ അവിടെയായി പരിപാലിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടെ തൽക്കാലം വിരമിക്കുന്നു. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ പി.സി. അബ്രഹാം. ഗോഡ് ബ്ലസ് യു.